ടാവോ പമ്പ്സ് പുതുതായി പുറത്തിറക്കിയ ഒരു കിടിലൻ സീരീസ് ആണ് നമ്മളോട് പരിചയപ്പെടാൻ പോകുന്നത്. ടാവോ അൾട്രാ പവർ സേവർ സീരീസ് എന്ന് പറയുന്ന ഈ സീരീസിനെ എന്തൊക്കെ ഫീച്ചേഴ്സ് ഇല്ല എന്ന് പറയുന്നതായിരിക്കും എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട് എന്ന് പറയുന്നതിനേക്കാളും എളുപ്പം. ഇത് ഇതിനകത്ത് വരുന്ന ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഇതിനകത്ത് ഡ്രൈ റൺ കട്ട് ഓഫ് ഉണ്ട്, ഓവർലോഡ് കട്ട് ഓഫ് ഉണ്ട്, ലോ വോൾട്ടേജ് കട്ട് ഓഫ്, ഹൈ വോൾട്ടേജ് കട്ട് ഓഫ്, പിന്നെ ഡിജിറ്റൽ ഡിസ്പ്ലേ വരുന്നുണ്ട്, വോൾട്ടേജിന്റെയും ആംബിയറിന്റെയും ഡിജിറ്റൽ ഡിസ്പ്ലേ വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ടൈമർ സെറ്റിങ്സും കൂടി ഉണ്ട്. അതായത് നമ്മൾ ഇത്ര ടൈം കഴിഞ്ഞ് മോട്ടോർ ഓട്ടോമാറ്റിക് ഓഫ് ആവണം എന്നുള്ളത് നമ്മൾ പറഞ്ഞ് ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ പ്രീസെറ്റ് ആയിട്ട് ഒരു പ്രാവശ്യം സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രാവശ്യം ഇപ്പം നമ്മുടെ വീട്ടിൽ നിറയുന്ന ടാങ്ക് ഒരു 5 മിനിറ്റ് കൊണ്ടാണ് നിറയുന്നത് എന്ന് കണക്കാക്കി കഴിഞ്ഞാൽ അത് 5 മിനിറ്റ് സെറ്റ് ചെയ്ത് വെച്ചാൽ എല്ലാ പ്രാവശ്യം നമ്മൾ ഓൺ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 5 മിനിറ്റ് കഴിയുമ്പോൾ മോട്ടോർ ഓട്ടോമാറ്റിക് ഓഫ് ആവും. അപ്പോൾ നമ്മുടെ ടാങ്ക് വാട്ടർ ലെവൽ എന്നുള്ളത് പകരം ഈ ഒരു ഫീച്ചർ ആയിട്ട് വാട്ടർ ലെവലിന്റെ അതേ ഫംഗ്ഷൻ നടക്കുകയും ചെയ്യും. നമുക്ക് എക്സ്ട്രാ ഒരു വാട്ടർ ലെവലിന്റെ കോസ്റ്റും വരുന്നില്ല. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇതിന്റെ പേര് പറഞ്ഞ അതേ തന്നെയാണ്, അൾട്രാ പവർ സേവിങ്. അതായത് നമ്മുടെ കൺവെൻഷണൽ മോഡലിലെ സബ്മേഴ്സിബിൾ പമ്പുകൾക്ക് 1 HP വരുന്നത് 8 ആംബിയർ, 9 ആംബിയർ, 10 ആംബിയർ ആ റേഞ്ചിലാണ് നമ്മുടെ സാറിന് ഒരു 1 HP സബ്മേഴ്സിബിൾ എടുക്കുന്നത്. ആ സമയത്ത് ഈ ഒരു 1 HP സീരീസ് എടുക്കുന്നത് 1 HP 1.5 HP ഉണ്ട്. ഇതിനകത്ത് ഈ 1 HP വരുന്ന പമ്പുകൾ എടുക്കുന്നത് 3 to 4 ആംബിയറെ ഇതിനകത്ത് പവർ നമ്മൾ കറണ്ട് കൺസപ്ഷൻ വരുന്നുള്ളൂ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ പമ്പിന്റെ കറണ്ട് വരുന്നതിനേക്കാളും പകുതിയിലും താഴെ എബൌട്ട് 60% നമുക്ക് ഇതിനകത്ത് കറണ്ടിന്റെ കാര്യത്തിൽ നമുക്ക് കൺസപ്ഷൻ കുറയുന്നുണ്ട്. 1.5 HP പറഞ്ഞാൽ അതേപോലെ തന്നെ 1.5 HP വരുമ്പോൾ 6 ആംബിയർ 7 ആംബിയറിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ സാധാരണ പമ്പുകൾ വരുന്നത് 12 ആംബിയർ 11 ആംബിയർ ആ റേഞ്ചിലാണ് വരുന്നത്. അവിടെ അതേപോലെ തന്നെ നമുക്ക് പകുതി 50% മുകളിൽ നമുക്ക് അവിടെ പവർ കറണ്ട് കൺസപ്ഷനിൽ നമുക്ക് കുറഞ്ഞു കിട്ടുന്നുണ്ട്. പിന്നെ ഓവറോൾ ബിൽഡ് ക്വാളിറ്റി അത് ഒന്നും പറയാൻ പറ്റില്ല, അത് സൂപ്പർ ക്വാളിറ്റി. ഗ്രേറ്റിംഗിൽ വെച്ച് തുടങ്ങാം. നമ്മൾ ഗ്രേറ്റിംഗ് SS ഗ്രേറ്റിംഗിലാണ് ഇത് പമ്പിന്റെ സ്റ്റെയിനർ വരുന്നത്. SS ഗ്രേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹെവി നല്ല ഹെവി വെയിറ്റിലുള്ള കാസ്റ്റിംഗ് ആണ് ഇതിന്റെ ബോഡി മൊത്തം വരുന്നത്. പിന്നെ ഇമ്പല്ലർ SS ഇമ്പല്ലർ ഓപ്ഷൻ ഉണ്ട്, നൊറൈൽ ഇമ്പല്ലർ ഓപ്ഷൻ ഉണ്ട്. 1 HP 2 പമ്പാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത്. അതായത് ഒരു മോഡൽ SS ഇമ്പല്ലറാണ്, ഒരു മോഡൽ നൊറൈൽ ഇമ്പല്ലറുമാണ്. പിന്നെ 1.5 HP വരുന്നത് SS ഇമ്പല്ലറിൽ മാത്രമേ ഒരു ഓപ്ഷനെ വന്നിട്ടുള്ളൂ. അങ്ങനെ 3 പമ്പാണ് നിലവിൽ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ സ്പെഷ്യലായി പറയേണ്ട കാര്യമാണ് കേബിൾ. 10 മീറ്റർ കേബിളാണ് കമ്പനിയുടെ കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള എക്സ്പോർട്ട് ക്വാളിറ്റി കേബിളാണ് കമ്പനി കൊടുത്തേക്കുന്നത്. പമ്പിന്റെ സേഫ്റ്റിക്ക് കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല എന്നുള്ളതിന് പറയുന്നതിന്റെ അടുത്തൊരു എക്സാമ്പിൾ ആണ് ഇതിന്റെ ഉള്ളിൽ കമ്പനി ഇൻബിൽറ്റ് കൊടുത്തേക്കുന്ന TOP. ഇത് ഇൻബിൽറ്റ് TOP വരുന്ന പമ്പുകളാണ്. ഇത് 3 പമ്പിനും ഇൻബിൽറ്റ് TOP ഉണ്ട്. ഈ 3 പമ്പ്സിനെ കുറിച്ച് നമ്മൾ ഡിഫറെന്റ് ആയി വീഡിയോസ് നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. സ്റ്റേ ട്യൂൺ.